പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയടിയങ്ങൾക്ക് ദാനമായി തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന അടിയങ്ങൾ ഓരോരുത്തരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും എത്തിച്ചേരേണ്ടുന്നവരുണ്ട്. എല്ലാ കൃപകളാലും നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആലയത്തിനകത്ത് അടിയങ്ങൾക്ക് കയറിയിരുന്ന് ആരാധിക്കുന്നതിന് വേണ്ടുന്ന അനുവാദവും ഭാഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ തടസ്സങ്ങളും തീർക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. യാചിച്ചാലും അധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ, ആമേൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവർ ആകുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്ക് എല്ലാവർക്കുമായിട്ട് ചേർന്ന് പാട്ടുപുസ്തകത്തിലുള്ള മൂന്നാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. മൂന്നാമത്തെ പാട്ട്. സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം, ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം. ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധാത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം. ആരോപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ആരോപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. തൃത്തൊഴിലുള്ളോർ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. ആരാധനാ ക്രമത്തിലുള്ള കാണുന്ന അനുതാപ പ്രാർത്ഥന 9-ാം പുറം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനാക്രമം 9-ാം പുറം അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടുകൂടെ അങ്കിലേക്ക് തിരിയുന്നു.
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങളങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. 14-ാം പുറത്തിൽ കാണുന്ന പൊതുവിലുള്ള സ്തോത്രം 14-ാം പുറം. നമുക്ക് ഈ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, യോഗ്യദാസനായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത വിലമച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അങ്ങൊന്നുമില്ലാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ച് ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് 409-ാമത്തെ പാട്ട് പാടാം. 409-ാമത്തെ പാട്ട്. അനുഗ്രഹത്തിൻ്റെ അധിപതിയെ, അനന്തകൃപ പെരും നദിയെ എന്ന പാട്ട്. അനുഗ്രഹത്തിനധിപതിയെ, അനന്തകൃപ പെരും നദിയെ, അനുദിനം നിൻ പദം ഗതിയെ, അനുദിനം നിൻ പദം ഗതിയെ, അടിയാനു നിൻ കൃപമതിയെ, അടിയാനു നിൻ കൃപമതിയെ, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എൻ അഭയം, വല്ലഭൻ നീ എൻ അഭയം, വന്നിടുമോ പിന്നെ ഭയം, വന്നിടുമോ പിന്നെ ഭയം, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും, തള്ളിടുമോ ഏഴയനെ, തള്ളിടുമോ ഏഴയനെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തിരുക്കരങ്ങൾ തരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ, മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ മണലിൽ, മരണദിനം വരുമളവിൽ, മരണദിനം വരുമളവിൽ, മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ, മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരും
ഉയരും നദിയേ. നമുക്ക് ഈ സമയത്ത് സങ്കീർത്തനങ്ങൾ 34 അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 ഒരുമിച്ച് വായിക്കാം. 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പതിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവന് ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വായനയ്ക്കായി നൽകിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം 1 രാജാക്കന്മാർ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ, യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു. നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുൾ ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമേഷ്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോവുക. നീ എത്തുമ്പോൾ ഹസയാലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലിയയിൽ നിന്നുള്ള സാഫത്തിൻ്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസയേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും. യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിനു മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി ഉഴവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ടുചെന്ന് ഒരു ഏർക്കാളയെ പിടിച്ചു അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് ശുശ്രൂഷകനായി തീർന്നു. വായിച്ചു കേട്ട ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലേഖന വേദഭാഗം റോമർ 16 അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. റോമർ 16 അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്ത്യേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്തിൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടി നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്തിൻ. ആസിയയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനാത്തോസിന് വന്ദനം ചൊല്ലുവിൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുൻപേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയത്തോസിന് വന്ദനം ചൊല്ലുവിൻ. ക്രിസ്തുവിൽ തങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എനിക്ക് പ്രിയനായ സ്താക്കുവിനും വന്ദനം ചൊല്ലുവിൻ. ക്രിസ്തുവിൽ സമ്മതനായ അപ്പെല്ലീസിനും വന്ദനം ചൊല്ലുവിൻ. അരിസ്തോബുലോസിൻ്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ. എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോനും വന്ദനം ചൊല്ലുവിൻ. നർക്കിസോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രുഫോസിനും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവരായ പ്രിയ പെർസിസിന് വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. അസം ക്രിസ്തോസിനും പ്ലെഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്ക് വന്ദനം ചൊല്ലുവിൻ. ഫിലോലോഗോസിനും യൂലിയയ്ക്കും നെരൂസിനും അവൻ്റെ സഹോദരിക്കും ഒലിമ്പാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ വായിച്ചെടുത്ത തിരുവചന വിഭാഗങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായനയ്ക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസ പ്രമാണം 22-ാം പുറം ഒരുമിച്ച് ചൊല്ലാം. 22-ാം പുറത്തിൽ കാണുന്ന വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ സമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടാം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധ ആരാധനയിൽ കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രകൃതിയെ അനുകൂലമാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ക്ഷേമമായി കാത്തു പരിപാലിച്ച് നേടാമായിരുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് കർത്താവെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പം ദൈവമേ, വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. അപ്പം പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളുടെ ആരാധനയിൽ കർത്താവെ ഞങ്ങൾക്ക് വചനം ഉപദേശിച്ചു തരുന്ന പ്രിയ സാറിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ നടക്കണമേ. അപ്പം ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ടപ്പം എങ്കിലും ബലപ്പെടുത്തി ഞങ്ങളുടെ താമസത്തിനായി ധീരതയോടെ നിൽക്കുന്ന ആ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാണ് ഞങ്ങൾക്ക് പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൂടെ കൂട്ടായ്മ ചേർത്ത് നിൽക്കുന്ന അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളോട് കർത്താവെ ഒരുമിച്ച് സ്നേഹത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പം അവരുടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇഷ്ടപ്പെട്ട ആഹാരത്തിനോ വസ്ത്രത്തിനോ ധനത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത വണ്ണം അവരെല്ലാം നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ദക്ഷിണ കേരള മഹാടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ല, ഓരോ സഭകളിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളിലും കർത്താവെ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം കർത്താവെ അവിടുത്തെ പ്രിയ പുരോഹിതന്മാരിലൂടെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുപ്പം എല്ലാവരും ആത്മീയ നിറവുള്ളവരായി തീരുവാൻ കൃപയുണ്ടാക്കണം. അനുഗ്രഹിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ നാഥൻ. ഞങ്ങളുടെ ദക്ഷിണ കേരള മഹാടവയുടെ നേതൃത്വത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പം മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ, നേതൃത്വങ്ങൾ, കുറച്ചു പേർക്ക് നീതി, കുറച്ചു പേർക്ക് പീഡനങ്ങൾ, ആ ഒരു അവസ്ഥ മാറി എല്ലാവരെയും കർത്താവെ ഒരുപോലെ കാണുന്ന ഒരു നേതൃത്വം ദൈവമേ, ഒരിടയനാൽ നയിക്കപ്പെടുന്ന ഒരു നേതൃത്വം കർത്താവെ. ഞങ്ങൾക്ക് യേശുക്രിസ്തു എന്ന ഒരിടയനാണ് ഞങ്ങൾക്കുള്ളത്, കർത്താവായ യേശുക്രിസ്തു മാത്രം. ആ ഒരു തണലിൽ നിന്നുകൊണ്ട് ഈ സഭയെ, ഈ വലിയൊരു ജനക്കൂട്ടത്തെ നയിക്കുവാൻ കൃപയുള്ള ഒരു നേതൃത്വത്തെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. മാനസികമായി കർത്താവെ, ഞങ്ങൾ പള്ളിയിൽ വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ മാനസികമായി ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. എല്ലാവർക്കും വീണ്ടും ഇത്രയും വേഗം ഒരുമിച്ച് കർത്താവെ ഞങ്ങളെ പഴയ കത്തീഡ്രൽ ചർച്ച് ഏതവസ്ഥയിലായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് വീണ്ടും കൂടി വരുവാൻ കർത്താവെ, ഒരു കുടുംബം പോലെ വീണ്ടും ആരാധിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അപ്പം ഈ പ്രതിസന്ധികൾ മാറിപ്പോകുവാൻ കർത്താവെ, നേതൃത്വത്തിലിരിക്കുന്നവർ കർത്താവെ ഓരോ ദിവസം കഴിയുന്നവർ കഠിന ഹൃദയരായിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ. അപ്പം അവർക്കൊരു മനസ്സാന്തരത്തിൻ്റെ ഒരു അനുഭവം നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയ പിതാവേ, വീണ്ടും വേഗം വരുന്ന ഉയർത്തെഴുന്നേറ്റ അസ്വനായ യേശുക്രിസ്തുവിന് തന്നെയുള്ള നാമം തന്നെ ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ആർക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണം. അഭിഷേകപ്പെടുത്താതെ സർവദോഷത്തിന് രാജ്യവും ശക്തിയും നയിക്കുന്നതിനാണ്. ദൈവനാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് 475 പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടാം. 475 പാട്ട്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും
സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയാം ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയാം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നമുക്ക് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ശിഷ്യരാക്കുക എന്ന അതിന് ആധാരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ശിഷ്യരാക്കുക, ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരുന്നതിനുള്ള വലിയ ഭാഗ്യവും വലിയ കൃപകളും അങ്ങ് അടിയങ്ങൾക്ക് നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കുറവുള്ളവരാണ്, കുറ്റക്കാരാണ്. എങ്കിലും അങ്ങ് അടിയങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ നന്മകൾക്ക് വേണ്ടിയിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൃപയാൽ നടത്തണമേ. തുടർന്നുള്ള ആരാധനയിലും ദൈവമേ, അടുത്ത ദിനങ്ങളിൽ, അടുത്ത ഞായറാഴ്ചയും തുടർന്നും നടക്കേണ്ടുന്ന എല്ലാ ആരാധനയിലും അടിയങ്ങൾക്ക് ഒരു ആലയത്തിൽ വന്ന് ആരാധിക്കുന്നതിനുള്ള ഭാഗ്യത്തെ കൂടെ തരണമെന്ന് അങ്ങോട്ട് അപേക്ഷിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് പോവുകയാണ്. അങ്ങ് കൃപ ചെയ്യണം പരമപിതാവേ. വായനയ്ക്ക് വേണ്ടിയിട്ടെടുത്ത വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം ആണ് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ മശിഹായി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ മശിഹായുടെ വരവ് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അതൊരാഘോഷമായിട്ടുള്ള ഒരു വരവ് തന്നെയായിരുന്നു. കാരണം പുൽത്തൊഴുത്തിൽ ആ വരവിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി ലോകം ഉറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള രാജാക്കന്മാർ അവരവരുടെ മക്കളെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് വലിയ വലിയ രമ്യഹർമ്മങ്ങളിൽ താമസിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു കുടിലില്ല, ഒരു വീടില്ല, കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് കന്നുകാലികൾ കിടന്നുറങ്ങുന്ന പശുത്തൊട്ടിയിൽ മറ്റു മെത്തകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുല്ല് വിരിച്ച ഒരു മെത്തയിൽ, ആ പുല്ല് ഒരു പക്ഷേ പശുക്കൾ തിന്നിട്ട് മിച്ചമിട്ട പുല്ലായിരിക്കും, വേണ്ടാതെ ചവിട്ടിക്കളഞ്ഞ പുല്ലായിരിക്കാം, ചാണകം പുരണ്ടതായിരിക്കാം. എങ്കിലും അതിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ മശിഹയെ വിശ്വസിച്ചുകൊണ്ട്, ആ മശിഹയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാമും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ദേവാലയമില്ല, നമുക്ക് ഒത്തുകൂടാൻ സ്ഥലമില്ല, മഴ പെയ്താൽ നിൽക്കുന്നതിനുള്ള ഒരിടവുമില്ല. എങ്കിലും ദൈവം നമുക്ക് വലിയൊരു കാരുണ്യം തന്നിരിക്കുന്നു, ദൈവം നമുക്ക് സുഖം തന്നിരിക്കുന്നു, ദൈവം അനുഗ്രഹം തന്നിരിക്കുന്നു, ആയുസ് തന്നിരിക്കുന്നു, നമുക്ക് കുടുംബം തന്നിരിക്കുന്നു,
മറ്റ് പലർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവിടെ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ദൈവാലയം തരും. ആ ആലയത്തെ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള അവസരം തരും. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മശിഹായെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ദൗത്യം നമ്മെ കൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ശിഷ്യരാക്കുവിൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരോടും ചോദിക്കും, ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്, ഇന്ന പേരുള്ള ഒരാൾ. ഒരു പക്ഷേ പേരറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മൾ ഒരാളിൻ്റെ രൂപസാദൃശ്യമൊക്കെ പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് ഒരു കടയിൽ ചെന്നോ അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ആളിനോട് ചോദിക്കും, വീട് എവിടെയാണെന്ന് അറിയാമോ, എനിക്കൊന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ ചോദ്യം ചെയ്തിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്, ഏതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചോദ്യം ചെയ്യും. ആയിക്കൊള്ളട്ടെ, എങ്കിലും നമ്മൾ വീണ്ടും പലയിടത്ത് പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തും. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് കുറേ കൂടെ എളുപ്പമാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ഉണ്ട്, നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്ന യേശു ക്രിസ്തു ഉണ്ട്. ആ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തിയെങ്കിൽ മറ്റുള്ളവർക്ക് കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടെ, ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഭാഗമാണത്. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിനെയാണ് അറുക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലോട്ട് വിട്ടിട്ടുള്ളത്. ആ കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞാടിനെ എടുത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. റബി, ഗുരു, നീ എവിടെ പാർക്കുന്നു. റബി എന്ന് വെച്ചാൽ ഗുരു. ഈ ഗുരു എന്നുള്ള വാക്ക് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതൊരു സംസ്കൃത പദമാണ്. അത് രണ്ട് വാക്കുകളിൽ നിന്ന് കൂടിച്ചേർന്ന ഒരു സംസ്കൃത പദമാണ് ഗുരു. ഗു എന്ന് പറയുന്ന സംസ്കൃത വാക്കിന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഗു എന്നാൽ അജ്ഞത, അറിവില്ലായ്മ രൂപത്തിലുള്ള അന്ധകാരം എന്നാണ്. അറിവില്ലായ്മയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്ധകാരം, ആ ഒരു ഇരുട്ട്. നമുക്കൊരു അറിവില്ല എന്നുണ്ടെങ്കിൽ, അജ്ഞതയുണ്ടെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇരുട്ടിന് തുല്യമാണത്. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ അജ്ഞത മുഖാന്തരമുള്ള അന്ധകാരത്തെയാണ് ഗു എന്നുള്ള വാക്കുകൊണ്ട് സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത്. രു എന്നുള്ള വാക്കുകൊണ്ട് ജ്ഞാനരൂപിയായ പ്രകാശം എന്നുള്ള വാക്കും വരുന്നു. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടുള്ള, ഒന്നും അറിയാത്ത അവസ്ഥയിലുള്ള അന്ധകാരവും അതോടൊപ്പം തന്നെ ജ്ഞാനരൂപത്തോടു കൂടിയുള്ള പ്രകാശവും, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഗുരു എന്നുള്ള ഒരു വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗുരുവിൻ്റെ പ്രത്യേകത ഈ ഇരുട്ടിൽ നിന്നും ഒരു പ്രകാശം നൽകുന്ന തരത്തിലുള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഗുരു. ശൂന്യതയിൽ നിന്ന് ഒരു വെളിച്ചം ഉണ്ടാക്കി കൊടുക്കുക, അറിവ് കൊടുക്കുക, അവരുടെ മനസ്സിനകത്ത് അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ തുറന്നു കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുരുവാണ് യേശുക്രിസ്തു. ഞങ്ങൾ ഗുരുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ ഗുരുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യോഹന്നാൻ പറയുന്നു, ഇതാ പോവുകയാണ് മശിഹ. നമ്മളൊരാളിനെ കണ്ടെത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ആളിനെ അറിയാമായിരിക്കണം. ആദ്യം നമുക്ക് അറിവുണ്ടായിരിക്കണം. നമുക്കറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളിന് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റിപ്പോകാതെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പേന, അത് പേനയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമുക്ക് ഏത് സമയത്തും ഓർമ്മയുണ്ടെങ്കിൽ, അതായത് ഓർമ്മശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുള്ള ആ പേന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഒരു കൊച്ചുകുട്ടി ചോദിക്കും ചിലപ്പോൾ ഇതെന്താണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പെൻസിലാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു, ബുക്കായിരുന്നാലും പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ട്? നമ്മളത് പഠിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ്. യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അന്ത്രയോസിനും പറഞ്ഞു കൊടുക്കുന്നു, കൂടെയുള്ള ശിഷ്യനും പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് പോകുന്നത്, ഇതാണ് മശിഹ. അപ്പോൾ ആ മശിഹയെ തേടി തന്നെയാണ് അന്ത്രയോസും എല്ലാവരും പോകുന്നത്. ആ അന്ത്രയോസ് എന്നിട്ട് ശിമോൻ പത്രോസിനോട് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അത് വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് സ്വന്തം സഹോദരനെ വിളിച്ച് ക്രിസ്തുവിലേക്ക് ആക്കുന്നത്. അപ്പോൾ അവിടെ ശിമോൻ പത്രോസിൻ്റെ ഗുരുവായിട്ട് അന്ത്രയോസ് മാറുന്നു എന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. നമുക്ക് കഴിയുന്ന തരത്തിൽ നമുക്ക് പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, വാക്കുകളിലൂടെ, വേദപുസ്തകം വായിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എത്യോപ്യയിലെ ഷണ്ണൻ പോകുമ്പോൾ പറയുന്നത്, എനിക്ക് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? പൊരുൾ തിരിച്ചു കൊടുക്കണം. വായിക്കാൻ കഴിയുന്നുണ്ട് ഷണ്ണന്,
അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മന്ത്രിയാണ്, കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം എത്യോപ്യയുടെ രാജ്ഞിയുടെ ഏറ്റവും അടുത്ത മന്ത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ്. പക്ഷേ പൊരുൾ തിരിച്ചു തരാൻ, വേദപുസ്തകത്തിൻ്റെ പൊരുൾ തിരിച്ചു തരാനായിട്ട് എനിക്ക് ആരെങ്കിലും വേണം. ഇന്ന് അനേകായിരം പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. പൊരുൾ തിരിച്ചു കൊടുക്കണം, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ പൊരുൾ തിരിച്ചു കൊടുത്തതാവുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ള അനുഭവം ഉണ്ടാവണം. ക്രിസ്തുവിൽ നിന്ന് അനുഭവം ലഭിച്ചവർ അനുഭവം പങ്കുവയ്ക്കണം. അങ്ങനെ അനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളിനെ ശിഷ്യരാക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കി ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു ജോലി നമ്മെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക, ശിഷ്യരാക്കുക. നമുക്ക് എത്രത്തോളം നമുക്ക് മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് ശിഷ്യരാക്കാൻ കഴിയുന്നുണ്ട്? ആദ്യം നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രിസ്തുവിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മിലുള്ള പ്രകാശം മറ്റവരിലേക്കും അത് ആകർഷിക്കപ്പെടും. പക്ഷേ ഇന്ന് അതിന് സാധ്യമാകുന്നില്ല. പല സാഹചര്യങ്ങളിലും പല പള്ളികളിൽ പോലും നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എടുത്തു പറയേണ്ട യാതൊരു കാര്യമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ ഏതൊക്കെ തരത്തിലാണ് പഠിപ്പിക്കുന്നത്? പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഇരിപ്പിടമാണ് താമര എന്ന് പോലും പറഞ്ഞ് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ രീതി. ക്രിസ്തുവിൻ്റെ ഇരിപ്പിടം, ദൈവത്തിൻ്റെ ഇരിപ്പിടം, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഇരിപ്പിടമാണ് താമര. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ നികൃഷ്ടമായിട്ടുള്ള രൂപത്തിലാണ് യേശു ക്രിസ്തുവിനെ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെ മറ്റുള്ളവർ ശിഷ്യരായിട്ട് തീരും? ആർക്ക് ശിഷ്യരായിട്ട് ഇരിക്കാൻ സാധിക്കും? സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ താമരയിലല്ല ഇരിക്കുന്നത്, തണ്ടിന്മേലും അല്ല ഇരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. പഴയ നിയമ സംഹിത അനുസരിച്ചിട്ട് അവൻ ദേവാലയത്തിൽ, ആ ദേവാലയത്തിൻ്റെ ആ കാഴ്ചപ്പാടിനെ വളരെ നന്നായിട്ട്, വളരെ വിപുലമായിട്ട് പഴയ നിയമഭാഗങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ദൈവത്തെ ഏതെങ്കിലും മ്ലേച്ഛമായ രൂപത്തിൽ ഇന്ന് പ്രകീർത്തിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പ്രകീർത്തനം തന്നെ നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ജനം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പണമുണ്ടെങ്കിൽ എന്തും നേടാം, എന്തും ആകാം എന്നുള്ള ഒരു ധാരണ. ഒന്നും വേണ്ട, പണമെല്ലാം പുറകെ നിൽക്കുകയുള്ളൂ. നമുക്ക് ദൈവത്തോട് ഒപ്പമുള്ള ആ ഒരു ജീവിതം, ദൈവത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അതാണ് അന്ത്രയോസ് നെഞ്ചിലടിച്ചുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി, ഞങ്ങൾ ഗുരുവിനെ കണ്ടെത്തി, ഞങ്ങൾ മശിഹയെ കണ്ടെത്തി. ആ സുവിശേഷമാണ് മറ്റുള്ളവരോട് പറയുന്നത്. അങ്ങനെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടിരുന്നു. അവരോടൊപ്പം കൂടുതൽ ജനം വന്നു ചേർന്നുകൊണ്ടിരുന്നു. അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിത്വം. ഇന്ന് പല പള്ളികളിൽ നിന്നും കൊഴിഞ്ഞു പോക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? അവിടെ അവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ചില സമയത്ത് പറയാറുണ്ട് പെന്തക്കോസ്ത് പള്ളികളിലോട്ട് ആളുകൾ പോകുന്നു എന്ന്. CSI പള്ളികളിലുള്ളവരും പലരും പറയാറുണ്ട്. അവരൊരു വിശ്വാസ ഒരു സമൂഹമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അടച്ചാക്ഷേപിക്കുകയൊന്നും അല്ല ചെയ്തത്. അവർ അവരുടേതായ രീതിയിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക വിശ്വാസികൾ അവരുടേതായ ശീലമനുസരിച്ചിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. മർത്തോമ സഭക്കാർ, യാക്കോബ സഭക്കാർ, CSI സഭക്കാർ. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ രീതി അനുസരിച്ചിട്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവിനെ ആരാധിക്കുന്നു. അതാണ് ശരി, ഇതാണ് ശരി എന്ന് പറയാനായിട്ടല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് ക്രിസ്തു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠമാണ് നമ്മൾ വീണ്ടും ഏറ്റുചൊല്ലാനുള്ളത്. ആചാരത്തിലോ രൂപത്തിലോ ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും, അതായിക്കൊള്ളട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിശ്വാസം നമുക്കുണ്ടാകുമെന്നുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരോടും പറയാം, എനിക്ക് ക്രിസ്തു ഉണ്ട്, എന്നെ ക്രിസ്തു ഇന്ന രീതിയിൽ സഹായിച്ചു, ക്രിസ്തു എനിക്ക് സ്നേഹിതനാണ്, എൻ്റെ വേദന വരുമ്പോൾ, എനിക്ക് വിഷമം വരുമ്പോൾ, എനിക്ക് പ്രയാസം വരുമ്പോൾ എന്നെ സഹായിക്കുന്നത്, എനിക്ക് മറ്റാരോടും ഒരു വിഷമം പറഞ്ഞില്ലെങ്കിലും എനിക്ക് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മൾ സ്വകാര്യമായിട്ട് ക്രിസ്തുവിനോട് സംഭാഷണം നടത്തുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആയിത്തീർന്നു. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ക്രിസ്തു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സുഹൃത്തിനോടുകൂടി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലൊരു സുഹൃത്തായ യേശു ക്രിസ്തുവിനോടുകൂടി നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് ധൈര്യപൂർവ്വം നമുക്കും പറയണം. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അത് ലോകവും അറിയണം. ലോകം എങ്ങനെ അറിയും? നമ്മിലൂടെ ലോകം അറിയും. അതറിയിക്കാനാണ്, അതിലൂടെ ശിഷ്യരാക്കാനാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ നിയമഭാഗത്തിൽ വായിച്ച ഒരു ഭാഗത്തിൽ ഏലിയാവ് പ്രവാചകൻ, വലിയൊരു പ്രവാചകൻ, പിൽക്കാലത്തെ ചരിത്രം നോക്കുമ്പോൾ ഏലിയാവ് പ്രവാചകൻ്റെ ഇരട്ടി അതിശയങ്ങൾ ചെയ്തിട്ടുള്ള
ഒരു വ്യക്തി എലിശാ പ്രവാചകൻ. ആ എലിശാ പ്രവാചകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം ഏലിയാവിനെ ചട്ടം കെട്ടുകയാണ്. ആ എലിശാ പ്രവാചകൻ എങ്ങനെയുള്ളവനായിരിക്കും? തീർച്ചയായിട്ടും അടുത്തൊരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവനായിരിക്കും എന്ന ദൈവത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വലിയ ഏലിയ പ്രവാചകനെ, പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഒരാളായ ഏലിയ പ്രവാചകനെ വലിയൊരു ഉദ്യമം ഏൽപ്പിക്കുന്നത്. അതിനു മുമ്പ് ഏലിയാവിനോടുകൂടി ഏലിയാവ് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒരു രാജ്ഞിയെ ഭയന്ന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, ഏലിയാവെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഒരു കാര്യമില്ലാത്ത ഈ സ്ഥലത്ത് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോഴാണ് ഏലിയാവ് സ്വന്തം മനസ്സിലുള്ള വിഷമതകളൊക്കെ തുറന്നു കളയുന്നത്. ആ ഏലിയാവ് ദൈവത്തെ ആ സമയത്ത് കാണുന്നത് തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. അവിടെയില്ല ദൈവം. ഏറ്റവും ഒടുവിലായിട്ട് ശാന്തമായ ഒരു ശബ്ദത്തിൽ ഒരു ചെറിയൊരു മന്ദമാരുതൻ വരുന്നു. അവിടെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ വലിയൊരു പ്രവാചകനായ ദൈവം ഈ പറഞ്ഞ ഏലിയ പ്രവാചകന് ഒരു തലോടൽ കൊടുക്കുകയാണ്. ഇവിടെ നിനക്ക് എന്താണ് കാര്യം? നിനക്ക് ഇവിടെ ഒരു കാര്യമില്ല. ഞാൻ നിനക്ക് വേറെ ഒരു സ്ഥലത്ത് ഒരു ജോലി ഏൽപ്പിക്കാം. അത് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. നീ എലിശയെടുത്ത് പോകണം. എലിശ എന്ന് പറയുന്ന ആ ആളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏലിയാവ് നടന്നു. ഏലിയാവ് പോയിട്ട് നിംഷിയുടെ മകനായ നിംഷിയുടെ മകനായ യോശുവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നു. അവിടെ പോയിട്ട് ഈ ഏശാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി 12 ഏറ് കാളയെ കൂട്ടി ഉഴുതുകൊണ്ടിരിക്കുക. എലിശ ചെയ്യുന്നത് 12 ഏറ് കാളയെ. എന്താണ് ഏർ കാള? നമ്മൾ വയലിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം വയലൊന്നും കാണാനില്ല. അവിടെ പുള്ളിരിഞ്ഞൊക്കെ വലുതായിട്ടുള്ള അതിൻ്റെ മുതുകിലുള്ള എല്ലിങ്ങനെ വളരെ വലുതായിട്ട് ഉയർന്നു നിൽക്കുന്ന, ഇതിന് ഉഴുന്നതിന് വേണ്ടി മാത്രം, വയലിലുള്ള പണിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഏർ കാളയെ 12 എണ്ണത്തിനെ ഒരുമിച്ച് കൂട്ടി ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വിസ്തൃതമായിട്ടുള്ള വയലാണ്. ആ 12 ഏർ കാളയുണ്ടെങ്കിൽ 12 പേര് അവിടെ നിരന്ന് നിന്ന് ഈ കാളയെ അവിടെ ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടിയിട്ട്, നിലം ഉഴുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എലിശ. ആ എലിശയെയാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. എലിശയെ കണ്ടെത്തി. ഇതാണ് എലിശ എന്ന് ബോധ്യപ്പെട്ട ഏലിയാവ് സ്വന്തം പുതപ്പെടുത്ത് എലിശയ്ക്ക് കൊണ്ട് എലിശയുടെ ചുമരിൽ എലിശയ്ക്കിട്ട് മൂടുകയാണ്. എലിശയ്ക്ക് മൂടിക്കൊടുക്കുന്നു. അതായത് നിന്നെ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എലിശയെ ആ പുതപ്പ് മൂടിക്കൊടുക്കുകയാണ്. ഈ മൂടിക്കൊടുക്കുന്ന സമയത്ത് എലിശ ഇത് കാത്തിരുന്നത് പോലെ തന്നെ, ഞാനൊരു ശിഷ്യത്വം ആഗ്രഹിച്ചിരുന്നു, നീ ഇപ്പോൾ വന്നല്ലോ ഗുരുവേ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് എലിശ ഈ പറഞ്ഞ ഏർ കാളയെ അവിടെ ഉപേക്ഷിക്കുകയാണ്. ഒരു ഏർ കാളയെ ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ഉഴുന്നതിന് വേണ്ടിയിട്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കഴിവുള്ള, അത്രത്തോളം ടെക്നിക്ക് വശമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആ കാളയെ അവിടെ ഉപേക്ഷിക്കുന്നു. വരായികളൊന്നും ചിന്തിക്കുന്നില്ല. എലിശ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നു, ഞാൻ എൻ്റെ അമ്മയപ്പന്മാരെ ചെന്ന് കണ്ട് അവരെ ഒന്ന് ചുംബിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. എലിശയ്ക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടും സ്നേഹവും ഉത്തരവാദിത്വവും അവിടെ കാണിക്കുകയാണ്. വെറുതെ ഇറങ്ങിപ്പോവുകയല്ല ചെയ്യുന്നത്. പറഞ്ഞുടനെ എനിക്ക് ചില കടമകൾ തീർക്കാനുണ്ട്, ചില ഉത്തരവാദിത്വങ്ങൾ തീർക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിനെയും പിതാവിനെയും ചെന്ന് കണ്ട് അവർക്ക് ചുംബനം കൊടുക്കണം. ഞാൻ ഇനി എന്ന് തിരിച്ചു വരുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ പിതാവിനെയും മാതാവിനെയും എനിക്കിനി കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ എലിശ ഒരു വാക്ക് പറയുന്നുണ്ട്, നിൻ്റെ അടുത്തുള്ള നിനക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പാകെ നീ എന്ത് ഏറ്റിരിക്കുന്നു എന്ന കാര്യം നീ മറന്നു പോകരുത്. നിൻ്റെ പിതാവിനെയും നിൻ്റെ മാതാവിനെയും നിൻ്റെ ജീവിത സൗഭാഗ്യങ്ങളെയൊക്കെ കാണുമ്പോൾ നീ ഈ ദൈവത്തിൻ്റെ വിളി വിട്ടിട്ട് നീ എങ്ങോട്ടെങ്കിലും ആയിപ്പോകരുത് എന്ന് ഏലിയ പ്രവാചകൻ എലിശയോട് പറയണം. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വാണി. നമുക്കും ദൈവം ഓരോ വിളി തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ തരത്തിൽ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. അത് ചെറിയതായിരിക്കാം, വലിയതായിരിക്കാം. നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു നുകമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. ദൈവകാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരെ ശിഷ്യരാക്കുന്നതിന് വേണ്ടി നമ്മളും അതനുസരിച്ചിട്ട് ജീവിക്കണമെന്നാണ് അതനുസരിച്ച് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ
ഈ ഏലിയ പ്രവാചകന് വേറൊരു ഉത്തരവാദിത്വം കൂടെ കൊടുക്കുകയാണ്. ഈ എലിശാ പ്രവാചകന് വീണ്ടും തുടർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനുള്ള ആ ഒരു യോഗ്യത ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഈ എലിശാ പ്രവാചകനിലേക്ക് അത് നിയോഗിക്കണം. ആ എലിശാ പ്രവാചകൻ യിരെമ്യാ പ്രവാചകനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കുകയല്ല ചെയ്യുന്നത്, വിവിധ സാഹചര്യങ്ങളിൽ ഉണ്ടായ സാധ്യതകളിൽ ഇല്ലായ്മയിൽ ഉണ്ടാക്കി കൊടുത്ത, മരിക്കാൻ പോയ വിധവയ്ക്ക് മക്കൾക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്ത, അതിലൂടെ വലിയൊരു സുവിശേഷം. ഈ എണ്ണ നിറഞ്ഞു, ഇനി നിങ്ങൾ ഇതിനെ വിറ്റ് നിങ്ങളുടെ ഉപജീവനം നടത്തിക്കൊള്ളണം. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, അതും ദൈവത്തിൽ വലിയൊരു സുവിശേഷമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഉപജീവന മാർഗം എന്തായിരിക്കണമെന്നുള്ളത് നമ്മൾ പ്രവർത്തിച്ച്, നമ്മൾ ജോലി ചെയ്ത് നിങ്ങളുടെ നിത്യവൃത്തി കഴിച്ചു കൊള്ളണം. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ടല്ല പോകാനുള്ള, മുന്നോട്ടാണ്. ഞാൻ കൂടെയുണ്ട്. നിങ്ങളുടെ എത്ര ഇല്ലായ്മ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലായിരുന്നാലും ശരി, ആ സാഹചര്യത്തിലെല്ലാം എൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തീയ സഭകളെല്ലാം നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തീയത്വത്തിൽ ഒരു ഒരുമിപ്പ് ഈ സകല മനുഷ്യരെയും ശിഷ്യരാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെല്ലാവരും സഹോദരങ്ങളാണ്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. എല്ലാവരെയും വന്ദനം ചെയ്യുക. ആരും മോശക്കാരല്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ്. ഒരാൾ വെളുത്തതായിരിക്കാം, ഒരാൾ കറുത്തതായിരിക്കാം, ഒരാൾ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തതായിരിക്കാം, ഒരാൾ മുടന്തനായിരിക്കാം, ഒരാൾ കാഴ്ചയില്ലാത്തവനായിരിക്കാം. പക്ഷേ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാവരും ദൈവ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഭൂമിയിലുള്ള ഒരു കുരുകിലിനെ പോലും അവൻ മറക്കുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം മറക്കുമോ? അത് നമ്മൾ ഓർമ്മിക്കുക. അത്രത്തോളം തേജസ്സും ബഹുമാനവും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തന്നിരിക്കുന്നു. അതിന് യോഗ്യതയുള്ളവരല്ല എങ്കിൽ പോലും ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് തന്നെയാണ് ശിഷ്യരാക്കുക എന്നുള്ള വാക്കിൻ്റെ വേറൊരു രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിഞ്ഞുകൂടാത്ത ഒരാളിന്, അറിവില്ലാത്ത ഒരാളിന് അവരുടെ മനസ്സിനകത്ത് അന്ധത കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചം പകർന്നു കൊടുക്കുക. ആത്മഹത്യയിലേക്ക് പോകുന്ന എത്രയോ പേരെ രക്ഷിച്ചിട്ടുള്ള പലരെയും കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലർ ഒരു ജീവിതചര്യ പോലെ, ആരെങ്കിലും മാനസികമായിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്നോട് പറയണം, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആകൃഷ്ടരാണ്. അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതിനല്ല. ഇന്നത്തെ രീതി അതല്ല. എവിടെ കാശ് കിട്ടുമോ അവിടെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ശിഷ്യരാക്കുന്നതിന് വേണ്ടിയിട്ട് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും അവരോട് പങ്കിടുക, അതുമാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അന്യോന്യം വന്ദനം ചെയ്യുക. നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം മറ്റൊരാളിന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഗുരു, ആ യഥാർത്ഥത്തിലുള്ള ഗുരുവാണ് നമുക്ക് പ്രകാശം പകർന്നു തരുന്നത്. പലതരത്തിൽ നമുക്ക് ഗുരുക്കളുണ്ട്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വേദപഠനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സൺഡേ സ്കൂളിൽ ചെന്നിരിക്കുന്നു. അവിടെ നമുക്കൊന്നും അറിഞ്ഞുകൂടാമെങ്കിൽ പോലും പാട്ടുകൾ കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികൾ കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുകുട്ടികളും ചെന്ന് മുട്ടുകുത്തുന്നു. എന്തുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം? അതിൻ്റെ കാര്യങ്ങൾ അവർ മനസ്സിലായിട്ടില്ല. പക്ഷെ അതൊരു ശീലം കൊണ്ട് അവരുടെ മനസ്സിൽ നമ്മൾ പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, പുരോഹിതർ, സുവിശേഷകന്മാർ പറഞ്ഞു കൊടുക്കുന്ന, അറിവ് കൊടുക്കുന്ന ആ വെളിച്ചം, ചെറിയൊരു വെളിച്ചം അവരുടെ മനസ്സിനകത്ത് വലിയൊരു വെളിച്ചമായിട്ട് തീരുന്നുണ്ട്. ഒരു ബൈബിൾ വാങ്ങിക്കാൻ പോലും കഴിയില്ലാതിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. സ്വന്തമായിട്ട് ഒരു വേദപുസ്തകം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വളരെ പ്രയാസപ്പെട്ട് ഒരു വേദപുസ്തകം വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാക്ഷ്യങ്ങൾ അതിനൊക്കെ ചിലപ്പോൾ അത് ബലം തരുന്നതാണ്. ഞാൻ സെൻറ് മേരീസ് സ്കൂളിൽ പഠിക്കുമ്പോൾ 1 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ. അന്ന് ബസ്സിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പിതാവ്
പൈസ തരും. അന്ന് വളരെ ചെറിയൊരു തുകയാണ് ബസ്സിന് വേണ്ടിയിട്ട്. അന്നൊരു പുതിയ നിയമ പുസ്തകത്തിന് 3.5 രൂപ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ നടന്ന് പോയി സ്കൂളിൽ പോകും, സെൻറ്റ് മേരീസിൽ പോവും, നടന്ന് തിരിച്ചു വരും. ഈ പൈസ ഞാൻ ഇട്ടേക്കും. അത് കൊടുത്താണ് ഒരു പുതിയ നിയമ പുസ്തകം എൻ്റെ സ്വന്തമായിട്ട്, വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് ദൈവം സഹായിച്ച എത്രയോ പേർക്ക് ബൈബിള് വിതരണം ചെയ്യുന്ന എനിക്ക് ദൈവൻസ് ഇൻ്റർനാഷണലിൽ കൂടെ ആയിരുന്നാലും ശരി, എൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ ആയിരുന്നാലും സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണത്. അപ്പോൾ ദൈവം നമുക്ക് കാലാകാലങ്ങളിൽ ഓരോ തരത്തിൽ ഓരോ നന്മകൾ തരുന്നു. ആ നന്മകളെ തിരിച്ചറിയണം. എനിക്ക് നടക്കാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ടല്ലേ ഞാൻ നടന്ന് സ്കൂളിൽ പോയതും വന്നതുമില്ല. അപ്പോൾ അതും ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമല്ലേ. അതുകൊണ്ട് ഞാൻ ഈ കാറിൽ പോയി അന്ന് പോയവരെ കുറിച്ച് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ദൈവം തന്ന വലിയ നന്മ അതാണ്. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഒരിക്കലും. ദൈവം നമുക്ക് ഒരുപാട് നന്മകൾ തരുന്നുണ്ട്. വളരെയധികം നന്മകൾ തന്ന് നമ്മളെ പരിപോഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ ശിഷ്യരാക്കിയിരിക്കുന്നു. നമുക്ക് ദൈവം, ക്രിസ്തു ഒരു ഗുരുവാണ്. ക്രിസ്തു മശിഹയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന മശിഹയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഈ എലിശ വേറൊരു കാര്യം കൂടെ ചെയ്തു. എലിശ പെട്ടെന്ന് ഈ ഒരു അനുഭവത്തിലോട്ട് വന്നപ്പോൾ ആ കാളയെ വിട്ടിട്ട് പോയത് മാത്രമല്ല, ഒരു നല്ലൊരു ഏറെ കാളയെ വീണ്ടും പിടിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ തൊഴുത്തിൽ വേറെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം നല്ലൊരു ഏറെ കാളയെ. ഒന്നിനെ പിടിച്ച് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പറയണം, ഇതിനെ പെട്ടെന്ന് കഷണമാക്കി വേവിച്ചെടുക്കണം. അതിന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാളയ്ക്ക് വേണ്ടി തടി കൊണ്ടുണ്ടാക്കിയിരുന്ന കോപ്പുകൾ, അതായത് അതിൻ്റെ പുള്ളിരിങ്ങം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയല്ല, അവിടെ പൊട്ടിച്ചെടുത്ത് അതിന് തീക്ക് കൊടുത്ത് അത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം അവിടെ വിലപിടിപ്പുള്ളതെല്ലാം വിലയില്ലാത്തതായിട്ട് തന്നെ അവിടെ കരുതുന്നു. അവിടെ സന്തോഷമായിട്ട് തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു യാഗം കഴിക്കുന്നത് പോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടിയിട്ട് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നത് വലിയൊരു മഹത്വമാണ്. അപ്പോൾ അവിടെ ശിഷ്യരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് എലിശയും അവിടെ ചെയ്തത്. മറ്റുള്ളവരെ ശിഷ്യരാക്കുക, കൂടെയുള്ളവരെ ശിഷ്യരാക്കുക, കൂടെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ശിഷ്യരാക്കുന്നതിൻ്റെ ചില നടപടികളാണ്, ചില കർമ്മങ്ങളാണെന്ന കാര്യം പ്രത്യേകം നമുക്ക് ഓർമ്മിക്കുക. നമുക്കും അതുപോലെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്കും ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നന്മകളെ പങ്കുവയ്ക്കുക എന്നത് തന്നെയാണ് ശിഷ്യരാക്കുക എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ, ആ നന്മകൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ വെളിച്ചത്തിൽ നോക്കിയിട്ട് അത് ഇരുട്ടാണെന്ന് പറയുന്ന ഒരു ജീവിത മാർഗം ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ സ്വീകരിച്ച് പോയിട്ടുണ്ടാവാം. അതല്ല, ആ വെളിച്ചത്തെ വെളിച്ചമായിട്ട് കാണുന്നതിനും ഇരുട്ടിനെ ഇരുട്ടായിട്ട് കാണുന്നതിനും ആ ഇരുട്ടിൽ ലഭിക്കുന്ന ചെറിയ വെളിച്ചം പോലും വലിയ വെളിച്ചമാക്കി തീർക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോടൊപ്പം നമുക്ക് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കും ക്രിസ്തുവിനോടൊപ്പം ശിഷ്യന്മാരായിട്ട് പങ്കുചേരാം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ ശിഷ്യരാക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാം. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവും ദയയും ഉള്ള അടിയങ്ങളുടെ പിതാവേ, അടിയങ്ങൾക്ക് ഈ സമയം അങ്ങയുടെ മുമ്പാകെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനും പാട്ടുകൾ പാടുന്നതിനും വേദഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനും ദൈവവചനം അടിയങ്ങളുടെ അറിവ് പോലെ, ദൈവം തന്ന അറിവ് പോലെ അടിയങ്ങൾക്ക് പരസ്പരം പങ്കുവയ്ക്കുന്നതിനും ചെയ്ത വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവം അടിയങ്ങൾക്ക് ആലയമില്ല, ആലയം അടിയങ്ങൾക്ക് തരണമേ. ഇപ്പോൾ ലഭ്യമായിരുന്ന ആലയം തുറന്നു തരുന്നതിനുള്ള മനസ്സെങ്കിലും ഭാരവാഹികൾക്ക് തോന്നുന്നതിന് ദൈവമേ അങ്ങ് കൃപയാൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങൾ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും പാട്ട് പാടുന്നതിനും വേണ്ടി മാത്രമാണ്. അതിനുള്ള അവസരം പോലും നിഷേധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം അധികാരികളുടെ കണ്ണ് തുറക്കുന്നതിനും അടിയങ്ങൾക്ക് പാടി പ്രാർത്ഥിക്കുന്നതിനുള്ളൊരു അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ദൈവനാമത്തെക്കുറിച്ച് അറിഞ്ഞു, ദൈവനാമത്തിൽ പലതും ചിന്തിക്കുകയും ചെയ്തു. അടിയങ്ങൾ അങ്ങയുടെ ശിഷ്യരാണ്. മറ്റുള്ളവരെ ശിഷ്യരാക്കുന്നതിന് അടിയങ്ങളെ പ്രാപ്തരാക്കണേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വെളിച്ചം മറ്റുള്ളവരിലേക്കും പകർന്ന് കൊടുക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടാൽ ഭവനങ്ങളിലായിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. വേണ്ടുന്ന സൗഖ്യത്തോടു കൂടി വരും ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നൽകി കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസുഖത്താൽ പ്രയാസപ്പെടുന്ന കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ കൃപകളും നന്മകളും നൽകി പരിപാലിക്കണം. അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മറ്റ് ഈ ആലയത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ.
സൗത്ത് കേരള ഡയസസിൻ്റെ പല പള്ളികളിൽ ആരാധന നടത്തുന്ന അച്ഛന്മാരെ, സുവിശേഷന്മാരെ, അതിൻ്റെ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ സഭാജനങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും നൽകി അടിയങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ മനസ്സലിമഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോ